ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് മാർച്ച് മാസത്തെ ഇതുവരെയുള്ള കറണ്ട് അഫയേഴ്സ് ഡിസ്കസ് ചെയ്യാം. ഒപ്പം തന്നെ നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാത്ത ഫെബ്രുവരി മാസത്തെ പ്രധാനപ്പെട്ട പോയിന്റ്സ് കൂടിയുണ്ട്. ഫസ്റ്റ് പോയിന്റ് എന്താണ്? രാജ്യത്തെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ മണ്ഡലം തളിപ്പറമ്പ്. ജില്ല ഏതാണ്? കണ്ണൂർ. ഇനി ആരാണ് രാജ്യത്തെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ മണ്ഡലമായി തളിപ്പറമ്പിനെ പ്രഖ്യാപിച്ചത്? മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. ഡേറ്റ് കൂടി ഓർത്തു വെക്കുക. 2024 ഫെബ്രുവരി 24 ഇനി 2024 ഫെബ്രുവരിയിൽ മലബാർ ബൊട്ടാണിക്കൽ ഗാർഡൻ ആൻഡ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് കണ്ടെത്തിയ പുതിയ ഇനം കടന്നൽ ഏതാണ്? കോണോബ്രെഗ്മ എംബിജി. ഓർത്തു വെക്കുക, കോണോബ്രെഗ്മ എംബിജി. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ പച്ചത്തുരുത്തുകൾ ഉള്ള ജില്ല. ഓക്കെ, എന്താണ് പച്ചത്തുരുത്ത്? പ്രാദേശിക ജൈവ വൈവിധ്യ സംരക്ഷണം ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഹരിത കേരളം മിഷന്റെ ഒരു പദ്ധതിയാണ് പച്ചത്തുരുത്ത്. ഇനി സംസ്ഥാനത്തെ ഏറ്റവും കൂടുതൽ പച്ചത്തുരുത്തുകളുള്ള ജില്ല ഏതാണ്? കാസർഗോഡ്. ഏറ്റവും കുറവ് ചോദിച്ചാലോ? ഏറ്റവും കുറവ് പച്ചത്തുരുത്തുകളുള്ള ജില്ല വയനാടാണ്. ഒപ്പം തന്നെ കുറച്ച് പോയിന്റ്സ് കൂടി പഠിച്ചു പോകാം. കേരളത്തിലെ ആദ്യ പച്ചത്തുരുത്ത് പഞ്ചായത്ത് കൊടുമൺ പഞ്ചായത്താണ്. ഏതാണ്? കൊടുമൺ പഞ്ചായത്ത്. ആദ്യ പച്ചത്തുരുത്ത് ബ്ലോക്ക് പഞ്ചായത്താണ് ചോദിക്കുന്നതെങ്കിലോ അത് കിളിമാനൂർ ആണ്. ഇനി ആദ്യ പച്ചത്തുരുത്ത് ജില്ല ചോദിക്കുകയാണെങ്കിൽ തിരുവനന്തപുരമാണ്. മാറിപ്പോകരുത്. ആദ്യ പച്ചത്തുരുത്ത് പഞ്ചായത്ത് കൊടുമൺ, ബ്ലോക്ക് പഞ്ചായത്ത് കിളിമാനൂർ, ജില്ല തിരുവനന്തപുരം. ഇനി രാജ്യത്തെ ജില്ലാ പഞ്ചായത്ത് തലത്തിൽ കാർബൺ തുലിത റിപ്പോർട്ട് പുറത്തിറക്കിയ ആദ്യ ജില്ല വയനാടാണ്. തൊട്ടു മുമ്പേ നമ്മൾ ഒരു പോയിന്റ് കൂടെ പഠിച്ചിരുന്നു. സംസ്ഥാനത്തെ ഏറ്റവും കുറവ് പച്ചത്തുരുത്തുകളുള്ള ജില്ലയും വയനാട് തന്നെയാണ്. അടുത്തത് ഒരു പദ്ധതിയാണ് നിക്ഷയ് മിത്ര പദ്ധതി. ഏത് രോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ക്ഷയരോഗമാണെന്ന് ഓർത്തു വെക്കുക. ഏതാണ് പദ്ധതി? നിക്ഷയ് മിത്ര. ഏത് രോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ക്ഷയരോഗം. സംസ്ഥാനത്തെ ആദ്യ നൈലോൺ നൂൽ ഫാക്ടറി നിലവിൽ വന്നത് പുന്നപ്ര പഞ്ചായത്തിലെ പറവൂരാണ്. ജില്ല ആലപ്പുഴ. അടുത്തത് കേരളത്തിലെ ആദ്യ നിർമ്മിത ബുദ്ധി അധ്യാപിക. അധ്യാപികയുടെ പേര് ഐറിസ് എന്നാണ്. സ്കൂളും കൂടി നോട്ട് ചെയ്യുക. കല്ലമ്പലം KTCT സ്കൂൾ, ട്രിവാൻഡ്രം. ഇനി നമുക്ക് മറ്റൊരു പദ്ധതി നോക്കാം. കുടുംബശ്രീയുടെ ഉച്ചഭക്ഷണ വിതരണ പദ്ധതി ലഞ്ച് ബെൽ. വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ആണ്, നോട്ട് ചെയ്യുക. കുടുംബശ്രീയുടെ ഉച്ചഭക്ഷണ വിതരണ പദ്ധതിയുടെ പേര് ലഞ്ച് ബെൽ. അടുത്തത് തകഴി സ്മാരക സമിതി ഏർപ്പെടുത്തിയ തകഴി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് MK സാനുവിനാണ്. ഇനി സംസ്ഥാന വനിതാ രത്ന പുരസ്കാരങ്ങളിലേക്ക് വരികയാണെങ്കിലോ ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്ത് വെക്കുക. കായിക രംഗത്ത് ട്രീസ ജോളി. സാമൂഹ്യ സേവനം വിജി പെൺകുട്ട്. വിദ്യാഭ്യാസം ശാസ്ത്ര സാങ്കേതിക മേഖല ആരാണ്? അന്നപൂർണി സുബ്രഹ്മണ്യം. അതുപോലെ പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിച്ച് ജീവിത വിജയം ആർക്കാണ്? ജിലുമോൾ മാരിയറ്റ് തോമസ്. മറക്കരുത്, പ്രധാനപ്പെട്ട പോയിന്റ്സ് ആണ്. ഇന്ത്യയിലെ ആദ്യ സഹകരണ മ്യൂസിയം എവിടെയാണ്? കോഴിക്കോടാണ്. അതുപോലെ ലോകാരോഗ്യ സംഘടന വയോജന നഗരമായി പ്രഖ്യാപിച്ച ദക്ഷിണേഷ്യയിലെ ആദ്യ നഗരം. ശ്രദ്ധിക്കുക, ദക്ഷിണേഷ്യയിലെ ആദ്യ നഗരമാണ് കൊച്ചി. അടുത്തത് ഒരു പദ്ധതിയാണ് സ്കൂൾ കുട്ടികളിലെ ലഹരി ഉപയോഗം തടയാൻ വിദ്യാലയങ്ങളിൽ എക്സൈസ് ആരംഭിച്ച പദ്ധതി നേർവഴി. എന്താണ്? നേർവഴി. പൊതുജനങ്ങൾക്ക് കുറഞ്ഞ വിലയിൽ കേരള സർക്കാർ ലഭ്യമാക്കുന്ന അരി ഏതാണെന്നറിയോ? കെ റൈസ്. ഏതാണ്? കെ റൈസ്. രാജ്യത്ത് ആദ്യമായി സംസ്ഥാന സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള OTT പ്ലാറ്റ്ഫോം സി സ്പേസ് കേരളമാണെന്ന് കൂടി ഓർത്തു വെക്കുക. ഇനി ദേശീയ തലത്തിലേക്ക് വരികയാണെങ്കിലോ എന്തൊക്കെ കറണ്ട് അഫയേഴ്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്? ഫസ്റ്റ് പോയിന്റ്, ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കേബിൾ സ്റ്റേ പാലം ഏതാണ്? ഗുജറാത്തിലെ ഓക്ക മെയിൻലൻഡിനെയും ബേറ്റ് ദ്വാരകയും ബന്ധിപ്പിക്കുന്ന ഏകദേശം 2.32 കിലോമീറ്റർ നീളമുള്ള സുദർശൻ സേതുവാണ്. ആദ്യ നാമം സിഗ്നേച്ചർ ബ്രിഡ്ജ് എന്നായിരുന്നു എന്നുകൂടി ഓർത്തു വെക്കുക. അടുത്തത് രാജ്യത്തെ രണ്ടാമത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം നിലവിൽ വരുന്നത് എവിടെയാണ്? തമിഴ്നാട്ടിലെ കുലശേഖര പട്ടണത്തിലാണ്. നെക്സ്റ്റ്, ഇന്ത്യയുടെ സഹായത്തോടെ അഫ്ഗാനിസ്ഥാനിൽ നിർമ്മിച്ച ഡാം അല്ലെങ്കിൽ ഇന്ത്യ അഫ്ഗാൻ ഫ്രണ്ട്ഷിപ്പ് ഡാം എന്നറിയപ്പെടുന്നത് സൽമ ഡാം ആണ്. പേരോർത്തു വെക്കുക, സൽമ ഡാം. 2024 ഫെബ്രുവരിയിൽ പ്രസിദ്ധീകരിച്ച പാസ്പോർട്ട് സൂചിക അനുസരിച്ച് ഇന്ത്യയുടെ സ്ഥാനം 85ാം സ്ഥാനത്താണ്. 85. കരസേനയുടെ പുതിയ ഉപമേധാവിയായി ചുമതലയേറ്റത് ലഫ്റ്റനന്റ് ജനറൽ ഉപേന്ദ്ര ദ്വിവേദി.
അടുത്തത് വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ്. ആദിവാസി വിഭാഗത്തിൽ നിന്ന് ജഡ്ജിയാകുന്ന ആദ്യ വനിത വി ശ്രീപതി. ആദിവാസി വിഭാഗത്തിൽ നിന്ന് ജഡ്ജിയാകുന്ന ആദ്യ വനിത വി ശ്രീപതി. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ഗതാഗത തുരങ്കം ഉധംപൂർ ശ്രീനഗർ ബാരാമുള്ള റെയിൽ ലിങ്ക് എവിടെയാണ്? ജമ്മു ആൻഡ് കാശ്മീരിലാണ്. അടുത്തത് 2024 ഏഷ്യൻ സൈക്ലിംഗ് ചാമ്പ്യൻഷിപ്പിന് വേദിയാകുന്നത് ഡൽഹിയാണ്. ഓർത്തുവെക്കുക, ഡൽഹി. സിക്കിമിലെ ആദ്യ റെയിൽവേ സ്റ്റേഷൻ നിലവിൽ വരുന്നത് രംഗ്പോ. അടുത്തത് രാജ്യത്തെ ആദ്യ ഡോൾഫിൻ ഗവേഷണ കേന്ദ്രം ആരംഭിച്ചത് പട്നയിലാണ്. ഇന്ത്യയിലെ ആദ്യ അണ്ടർ വാട്ടർ മെട്രോ തുരങ്കപാത കൊൽക്കത്തയിലെ ഹൂഗ്ലി നദിയിലാണെന്ന് ഓർത്തുവെക്കുക. അടുത്തത് അന്താരാഷ്ട്ര ഭൗതിക സ്വത്തവകാശ സൂചിക 2024 ഇന്ത്യയുടെ സ്ഥാനം 42ആണ്. 2023 ഇന്ത്യ 42ാം സ്ഥാനത്ത് തന്നെയായിരുന്നു എന്ന് ഓർത്തുവെക്കുക. ഇനി ഒന്നാമതാണ് ചോദിക്കുന്നതെങ്കിലോ അത് US ആണെന്ന് ഓർത്തുവെക്കുക. അടുത്ത പോയിന്റ് നോക്കിയാലോ, ഏത് വർഷത്തോടു കൂടിയാണ് ഇന്ത്യയെ വികസിത രാജ്യമാക്കാൻ ലക്ഷ്യം വെക്കുന്നത്? 2047 കൂടിയാണ് ഇന്ത്യയെ ഒരു വികസിത രാജ്യമാക്കാൻ ലക്ഷ്യം വെക്കുന്നത്. ദേശീയ പട്ടികജാതി കമ്മീഷൻ അധ്യക്ഷനായി നിയമിതനായത് കിഷോർ മക്വാനയാണ്. പേരോർത്തു വെക്കുക, കിഷോർ മക്വാന. ഇനി 2024 മാർച്ച് പ്രകാരം ICC ക്രിക്കറ്റിന്റെ 3 ഫോമാറ്റിലും ഒന്നാമതുള്ള രാജ്യം ഏതാണ്? ഇന്ത്യയാണ്. 2024 മാർച്ചിൽ ലക്ഷദ്വീപിലെ മിനിക്കോയിൽ കമ്മീഷൻ ചെയ്ത നേവൽ ബേസ് INS ജഡായു. ലക്ഷദ്വീപിലെ നേവിയുടെ രണ്ടാമത്തെ നാവികത്താവളം ഏതാണെന്ന് ചോദിച്ചാലും INS ജഡായു തന്നെയാണ്. ഇനി ആദ്യത്തേത് ഏതാണെന്ന് ചോദിച്ചാലോ അത് INS ദ്വീപ് രക്ഷയാണെന്ന് ഓർത്തുവെക്കുക. എന്താണ്? INS ദ്വീപ് രക്ഷ. ഇനി 2023-24 വർഷത്തെ സന്തോഷ് ട്രോഫി കിരീടം നേടിയത് സർവീസസ് ആണ്. 2023-24 വർഷത്തെ സന്തോഷ് ട്രോഫി കിരീടം നേടിയത് സർവീസസ് ആണ്. ഇനി അന്തർദേശീയ തലത്തിൽ നോക്കുകയാണെങ്കിൽ എന്തൊക്കെ പോയിന്റുകളാണ് നമുക്ക് നോട്ട് ചെയ്യേണ്ടത്? ലോകബാങ്കിന്റെ ഗ്ലോബൽ എൻവയോൺമെന്റ് ഫെസിലിറ്റിയുടെ ഇൻഡിപെൻഡൻസ് ഇവാലുവേഷൻ ഓഫീസിലെ ഡയറക്ടറായി നിയമിതയായ ഇന്ത്യൻ സാമ്പത്തിക വിദഗ്ധ ഗീത ബത്ര. വികസ്വര രാജ്യങ്ങളിൽ നിന്ന് ഈ പദവിയിലെത്തുന്ന ആദ്യ വനിത കൂടിയാണ് ആര്? ഗീത ബത്ര. ജിമെയിലിന് ബദലായി ഈലോൺ മസ്ക് അവതരിപ്പിക്കുന്ന സംവിധാനം എക്സ്മെയിൽ. എന്താണ്? എക്സ്മെയിൽ. ലോകത്തെ ആദ്യ തടി കൊണ്ടുള്ള ഉപഗ്രഹമായ ലിഗ്നോസാറ്റ് വിക്ഷേപിക്കുന്ന രാജ്യം. ശ്രദ്ധിക്കുക, വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. ഏതാണ് ആ രാജ്യം? ജപ്പാനാണ്. ലോകത്തെ ആദ്യ തടി കൊണ്ടുള്ള ഉപഗ്രഹമായ ലിഗ്നോസാറ്റ് വിക്ഷേപിക്കുന്ന രാജ്യം ജപ്പാൻ. വേൾഡ് ട്രേഡ് ഓർഗനൈസേഷന്റെ 13ാമത് മിനിസ്റ്റീരിയൽ കോൺഫറൻസ് വേദി അബുദാബി ആണെന്ന് ഓർത്തുവെക്കുക. നെക്സ്റ്റ് പോയിന്റ് എന്താണ്? ഇന്ത്യയുടെ ജാൻ ഔഷധി പദ്ധതിയുടെ ഭാഗമാകുന്ന ആദ്യ വിദേശ രാജ്യം മൗറീഷ്യസ് ആണ്. മൗറീഷ്യസ് ആണ്. അടുത്തിടെയായി ടിബറ്റൻ ആടുകളെ ക്ലോണിങ്ങിലൂടെ സൃഷ്ടിച്ച രാജ്യം എന്താണ്? അടുത്തിടെയായി ടിബറ്റൻ ആടുകളെ ക്ലോണിങ്ങിലൂടെ സൃഷ്ടിച്ച രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ അത് ചൈനയാണ്. ചൈനയാണ്. ഇനി മാർച്ച് 3 പ്രത്യേകത എന്തായിരുന്നു? മാർച്ച് 3 ലോക വന്യജീവി ദിനം ആണല്ലേ. മാർച്ച് 3 ലോക വന്യജീവി ദിനം. ഈ വർഷത്തെ പ്രമേയം എന്തായിരുന്നു ലോക വന്യജീവി ദിനത്തിന്റെ? കണക്റ്റിംഗ് പീപ്പിൾസ് ആൻഡ് പ്ലാനറ്റ്, എക്സ്പ്ലോറിംഗ് ഡിജിറ്റൽ ഇന്നൊവേഷൻ ഇൻ വൈൽഡ് ലൈഫ് കൺസർവേഷൻ. അതുപോലെ മാർച്ച് 3 മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ലോക കേൾവി ദിനം കൂടിയാണ് എന്ന് മാർച്ച് 3. ഇനി 2024 കേൾവി ദിനത്തിന്റെ പ്രമേയം എന്തായിരുന്നു? മനോഗതി മാറ്റാം, ശ്രവണ പരിചരണം എല്ലാവർക്കും യാഥാർത്ഥ്യമാക്കാം. അപ്പം മാർച്ച് 3 ലോക വന്യജീവി ദിനവുമാണ്, ലോക കേൾവി ദിനവുമാണെന്ന് ഓർത്തുവെക്കുക. മാർച്ച് 8 പ്രത്യേകത എല്ലാവർക്കും അറിയാം അല്ലേ? എന്താണ്? വനിതാ ദിനം. മാർച്ച് 8 ഈ വർഷത്തെ പ്രമേയം എന്തായിരുന്നു? വനിതാ ദിനത്തിന്റെ 2024 സ്ത്രീകളിൽ നിക്ഷേപിക്കുക, പുരോഗതി ത്വരിതപ്പെടുത്തുക. എന്താണ്? സ്ത്രീകളിൽ നിക്ഷേപിക്കുക, പുരോഗതി ത്വരിതപ്പെടുത്തുക. അടുത്തത് പാകിസ്ഥാന്റെ 14ാമത് പ്രസിഡന്റ്. വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ആണ്, നോട്ട് ചെയ്യുക. അസിഫ് അലി സർദാരി. ആരാണ്? അസിഫ് അലി സർദാരി. ഇനി 71ാമത് മിസ് വേൾഡ് കിരീടം നേടിയത് ക്രിസ്റ്റീന പിസ്കോവയാണ്. ചെക്ക് റിപ്പബ്ലിക്കിന്റെ ക്രിസ്റ്റീന പിസ്കോവ. 71ാമത് മിസ് വേൾഡ് കിരീടത്തിന് വേദിയായത് മുംബൈ ആണെന്ന് കൂടി ഓർത്തുവെക്കുക.
ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഫെബ്രുവരി മാർച്ച് മാസത്തെ ഇതുവരെയുള്ള കറണ്ട് അഫയേഴ്സ് ഡിസ്കസ് ചെയ്തു. അപ്പോൾ ബാക്കി കറണ്ട് അഫയേഴ്സുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.